UDF സംഘടിപ്പിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് വൈകുന്നേരം AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കുമ്പളയിൽ നിന്ന്. ഇത് 30 ദിവസത്തോളം കേരളത്തിലെ വിവിധ നിയോജകമണ്ഡലങ്ങൾ സന്ദർശിച്ച് മാർച്ച് 7-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കും. ഈ ജാഥയിൽ ഉടനീളം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെ, അവരുടെ തെറ്റുകളെ, അവരുടെ ദുഷ്ചെയ്തികളെ, അവരുടെ ദുർഭരണത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. അവരുടെ വിവിധ വകുപ്പുകളിലെ തെറ്റുകൾ ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളം ഇന്നൊരു തകർച്ചയെ നേരിടുന്ന സംസ്ഥാനമാണ്. സാമ്പത്തികമായി ഇത്രമാത്രം തകർന്നു തരിപ്പണമായൊരു കാലഘട്ടം കേരളത്തിൻ്റെ ഭരണ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നിരിക്കുകയാണ്. നികുതി പിരിവ് വളരെ മോശമാണ്. ചെലവ് അതിന് ആനുപാതികമായിട്ടല്ല. അപ്പോൾ ബാലൻസ് മുഴുവൻ തെറ്റിയിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. കോടികളാണ് കടമെടുക്കുന്നത്. കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെട്ട കടം കൂടാതെയുള്ള ധാരാളം കടവും എടുക്കുകയാണ്. ഗവൺമെൻറ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലയ്ക്ക് മീതെ വരും. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ കേരളം 5 കൊല്ലത്തിലേക്ക് ഒരു വൃദ്ധസദനമായി മാറും. കാർഷിക മേഖല തകർച്ചയിലാണ്. തീരപ്രദേശം സങ്കടത്തിലാണ്. വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ലംസൺ കാർഡ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി കാര്യങ്ങളുള്ളൊരു കുറ്റപത്രം ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജാഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. സർക്കാരിനെ വിമർശിക്കുകയും രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ജാഥയുടെ ഭൂരിഭാഗം സമയവും പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഭാവി കേരളം എങ്ങനെയായിരിക്കും എന്നതായി. എവിടെയെല്ലാമാണ് ഗവൺമെൻറ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം UDFന് ബദൽ പദ്ധതികളുണ്ട്. വെറും പദ്ധതി പ്രഖ്യാപനമല്ല, അതിൽ വിശ്വാസ്യതയുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം ഉപയോഗിച്ച് തയ്യാറാക്കിയ കൃത്യമായ വിഷ്വൽ ഡോക്യുമെൻ്റ് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായി UDF നേതൃത്വവും വിവിധ സെക്ടറുകളിലുള്ള വൈദഗ്ധ്യം നേടിയവരുമായി നിരന്തരമായി നടത്തുന്ന സമ്പർക്കങ്ങൾ, കൂടിക്കാഴ്ചകൾ, ഞങ്ങൾ നടത്തിയ കോൺക്ലേവുകൾ, ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയ നിരവധി കാര്യങ്ങളാണ് വിവിധ വകുപ്പുകളിൽ നടത്താൻ പോകുന്നത്. കേരളം ഇതുവരെ കാണാത്ത കേരളത്തിൻ്റെ പ്രത്യേകതകളെയും സവിശേഷതകളെയും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ പോകുന്ന സ്വപ്നതുല്യമായ പദ്ധതികളുടെ പ്രഖ്യാപനം പല ഘട്ടങ്ങളിലായി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപുണ്ടാവും. ഈ ജാഥയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. 75% സമയവും ഈ ജാഥ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്.